ഹായ് അപ്പുക്കുട്ടാ. മാറ്റിനയിലെ ചേച്ചിയല്ലേ? അതേലോ. വാ നമുക്ക് അത് അവിടെ എല്ലാരും ഉണ്ട്. ഇത് തീർക്കാണ്ട് പോയ എങ്ങനാ? ആയിക്കോട്ടെ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ച നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. A few moments later. പറഞ്ഞില്ലേ? പ്രിയൻ. പ്രിയൻ പ്രിയൻ. അതാണ് സിനിമ. പ്രിയൻ ഓടുന്നു. പ്രിയൻ ഓട്ടത്തിലാണ്. ഇതെങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ ആലോചിക്കുക. പാവണ്ട എഴുതുമ്പോൾ എന്തൊക്കെ എല്ലാം ചുറ്റിപ്പോയി. ചെറിയ ഷോർട്ട് വീഡിയോസും ഷോർട്ട് ഫിലിംസ് അല്ലാതെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവോ? അതിപ്പോ പറയാൻ പറ്റില്ല, പൈസ ഇല്ല. ബേബിന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ആള് ബേബിന്ന് വിളിച്ചിങ്ങനെ പോരും. തലയാട്ടാൻ മറന്നു ഇങ്ങനെ ആ ഒരു സാധനം ഉണ്ട്. കാണിക്കോ ബേബി? ബേബി പാറു പ്രണയത്തിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയപ്പോൾ അത് പക്ഷെ ഇല്ല, വരുന്നില്ലല്ലോ. അടുത്തോട്ടല്ലേ പോവല്ലേ? ഏത് ടീമിനെയാ ഫുട്ബോൾ ഏറ്റവും ഇഷ്ടം? ബ്രസീൽ. അതിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? ബ്രസീല്. ശരി, എന്ത് നടനാരാ? നടി ആരാ? ഞാനേ ഇന്ന് പുതിയൊരു റോളിലാ. മൈജി ബ്രാൻഡ് അഡ്വൈസർ. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ. ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസമാധാനം അത് ഉറപ്പ്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. എല്ലാവർക്കും മാറ്റിലേക്ക് സ്വാഗതം. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാമെന്ന് ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? വീഡിയോ അങ്ങനെ എടുക്കാലോ എന്നുള്ളൊരു ചിന്തിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം അമ്മേൻ്റെ ആണ് തുടങ്ങിയത്. നമ്മളിവിടെ ആ ഒരു കോവിഡിന്റെ ഒരു സമയത്ത് കഴിഞ്ഞതിന് ശേഷം അത് കോവിഡ് ഒരു പകുതിയൊക്കെ എത്തിയിട്ടുണ്ടാവും. ആദ്യത്തെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ തുടങ്ങിയ ഒരു സമയം. അപ്പോൾ ഏട്ടൻ ഇവിടെ വീട്ടിലുണ്ട്, ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അതിനിടെ വെറുതെ ഇതുപോലെ ഇങ്ങനെ വെറുതെ കിടക്കുക ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ ഇവനിങ്ങനെ ക്യാമറയും കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ഔട്ട് വന്ന സമയത്താണ് ഇവൻ എന്തൊക്കെയോ ചെയ്തതാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ വീഡിയോ കണ്ട അപ്പം ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ വെറുതെ ഇടും. അപ്പം എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ പറയാം നീ എന്തിങ്ങനെ വീഡിയോ എടുത്തിടുന്നു. അപ്പം അങ്ങനെ ഇവൻ വെറുതെ ഞങ്ങളിവിടെ നാലാളും കൂടെ ഉള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിടും. പിന്നെ ഒരു ദിവസം ഒരു ചെറിയൊരു ഷോർട്ട് ഇത് ഒരു ഫിലിമായിട്ട് മോളും ഇവനും പിന്നെ ഇതാ കണ്ണനും ഞാനും കൂടെയുള്ള ഒരു ചെറുതായിട്ടൊന്ന് ഇവിടെ അകത്തുനിന്നൊന്ന് ചെയ്തിട്ട് അതിട്ട്. അപ്പം അതിങ്ങനെ കുറച്ച് ആൾക്കാർ അന്നൊക്കെ ഇങ്ങനെ 100 ആളൊക്കെ കാണലുണ്ടോ മോനെ? 100 ഇല്ല ഇല്ല കുറച്ച്. അതാ സത്യം പറഞ്ഞ. അപ്പോൾ പിന്നെ കമൻ്റൊക്കെ പിന്നെ ഇങ്ങനെ വരുന്ന ആദ്യം ഒരു ലവ് അങ്ങനെയൊക്കെ മാത്രമായിട്ട്. പിന്നെ ഇവനെങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ പിന്നെ പാറുവിനെ അഭിനയിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞിട്ട് അനിയത്തി ഇങ്ങനെ വിളിക്കും. വാവേച്ചിൻ്റെ വാവേച്ചിന്നാണ് വിളിക്കുക. വാവേച്ചി ഞങ്ങൾ പാറുവിനെയും കൂട്ടണേ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് പിന്നെ പാറുകുട്ടീനെയും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പാറുവിനെയും കൂട്ടിയിട്ട് എടുക്കാൻ തുടങ്ങിയത്. അപ്പം അതാണ് തുടക്കം. അങ്ങനെയാണ് തുടങ്ങിയത്. കുഞ്ഞു വീഡിയോ ആദ്യം ചെയ്തത്. അപ്പം വലിയ വീഡിയോയിലേക്ക് വരാം അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടന്റുകൾ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? പിന്നെ ഞങ്ങൾ ഈ ഐഡിയൽ നന്ദോട്ടൻ എന്നുള്ള ചാനൽ അവിടെ ഇവൻ വീഡിയോ ഇട്ടിട്ടൊന്നും റീച്ച് ആവാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോ വിദ്യയല്ലേ പറഞ്ഞിട്ട് അതവിടെ ഡ്രോപ്പ് ചെയ്ത്. അപ്പം അവൻ പറഞ്ഞു അല്ല നമ്മൾ 100 വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പ്രോഗ്രസ് നമുക്ക് ഉണ്ടാവാമേ യൂട്യൂബിൽ. അങ്ങനെയാണ് അതങ്ങനെയാണ്. ശരിക്കും ഒരു ട്യൂബ് ബഡ്ഡി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ പണ്ട് കുറേ യൂട്യൂബേഴ്സ് ഓരോ ക്രിയേറ്റേഴ്സും ഇങ്ങനെ ഓരോന്നും പറയലുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ 454 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10K മുതൽ 100K ആവും. 1154 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര റീച്ചിലേക്ക് എത്തും. 100K മുതൽ 1 മില്യൻ്റെ അടുത്തുണ്ടാവും. പിന്നെ 3500 അങ്ങനെ ഒരു നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 1 മില്യൺ പ്ലസ് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു
കണക്ക് നമ്മൾ കേട്ടപ്പോൾ എക്സൈറ്റഡ് ആയി. അപ്പോൾ അത്രയും വീഡിയോസ് ഇടാനുള്ള ചിന്തയാണ് ഇപ്പോഴായാലും എപ്പോഴായാലും. അപ്പം നമ്മളിപ്പോഴും 1000 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, അതിൻ്റെ മുമ്പ് 1 മില്യൺ കഴിഞ്ഞ്. അപ്പോൾ ഒരു 3000 ഒക്കെ ഇടുമ്പോൾ എന്തായാലും 3000 ഒക്കെ ഇടുന്ന എല്ലാ ആൾക്കാർക്കും 1 മില്യൻ്റെ മുകളിലേക്ക് ഉണ്ട് എന്നുള്ള ഷുവറാണ്. പാറു ഒന്ന് പറഞ്ഞായിരുന്നു 1 മില്യൻ്റെ വീഡിയോക്കകത്ത് 1 മില്യൺ കഴിഞ്ഞിട്ട് ഇനി 10 മില്യനോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ അന്ന് അത് ഡ്രോപ്പ് ചെയ്ത ശേഷം അപ്പം ഇവൻ്റെ അടുത്ത് അപ്പം ആരും ഇല്ല ഇവൻ്റെ കൂടെ അഭിനയിക്കാനും ഒന്നും ആരെയും കിട്ടുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഞാനും മോനും കൂടെ ഒരു ദിവസം രാത്രി ഇരുന്നിട്ട് എടുത്തൊരു തീരുമാനമാണ്, എന്നാ മോനെ നമ്മൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി നോക്കാം, അപ്പം അമ്മയ്ക്ക് മോനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ അല്ല, അന്ന് രാത്രി തന്നെ അമ്മ കയ്യിൽ കുറച്ച് നെല്ലെടുത്ത് കൈ പിടിച്ച് അതൊരു ഫോട്ടോ എടുത്ത് അതിൻ്റെ കവർ ഫോട്ടോ ആക്കി അന്ന് തന്നെ അത് ഇട്ട് ഫുള്ള് ചാനലും മെയിൽ ഐ ഡി അടക്കം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തുടങ്ങി. അന്ന് രാത്രി തന്നെ തുടങ്ങി തന്നെ പറയാം വേണമെങ്കിൽ. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു സ്റ്റാർട്ട്. പിന്നെ രാവിലെ ഒരു ചേനക്കറി വെച്ചിട്ടാണ് ഞങ്ങള് അത് പിന്നെ സെർച്ച് ചെയ്തൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാന്നൊക്കെ പറഞ്ഞ് കുറെ ഫ്രണ്ട്സിനെ വിളിച്ചൊക്കെ പറഞ്ഞ് അക്കരെയൊക്കെ വിളിച്ച് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് അല്ലാതെ ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കല്ലേ. അങ്ങനെ ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് പോകുന്ന അറിയുന്നോണ്ട് അങ്ങനെ ചെയ്തില്ല. ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൊരു ചിന്ത. പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ സെർച്ച് അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അതിൽ ഏകദേശം ഞാൻ ഇപ്പോൾ എൻ്റെ പേജിൽ ഇട്ടതിനേക്കാളും 1100-ലധികം വീഡിയോ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് 60K ആയിട്ടേ ഉള്ളൂ. പക്ഷെ 3000 മുകളിലേക്ക് ഇട്ടാലോ അങ്ങനെയൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ട്. കുക്കിംഗ് ചാനൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് കുക്കിംഗ് ചാനലിനെ എങ്ങനെ ഇവന് അതില് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായി. അപ്പം ഇവനിങ്ങനെ എൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ പറഞ്ഞ മോനെ അത് ശരിയുള്ളൊരു കാര്യമല്ല. കാരണം ഞാൻ ഇവനേക്കാളും പ്രായം കൂടുതലുള്ള ആളല്ലേ. അപ്പം നീ നിൻ്റെ ചാനൽ മുന്നോട്ടേക്ക് വന്നിട്ട് വേണം നീ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ഞാനതവിടെ പിന്നെ എനിക്ക് അസുഖം വന്ന കൂടെ ചെയ്ത സമയത്ത് ഞാനതവിടെ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ അങ്ങനെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിൻ്റെ ചാനലിൽ നീ ചെയ്യാൻ തുടങ്ങും, നീ എന്തെങ്കിലും ചെയ്തിട്, ഞങ്ങളൊക്കെ കൂടെ എന്തെങ്കിലും ചെയ്തിട്. അപ്പം അങ്ങനെയാണ് ഇവൻ പിന്നെയും ഒന്നുകൂടെ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇവൻ കൂടുതലായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കുറേ ഈ ഇവിടെയുള്ള കുറച്ച് നമ്മളെ ഈ യൂട്യൂബേഴ്സിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോഗ്രാഫറായിട്ട് അവരുടെ കൂടെ അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ കോഴിക്കോട് ട്യൂ പിന്നെ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കൂടെ, പിന്നെ റോമിംഗ് ബ്ലോഗറെ കൂടെ. അവൻ ആദ്യമായിട്ട് ജോലിക്ക് പോയത്, പുറമെ ജോലിക്ക് പോയത് റോമിംഗ് ബ്ലോഗർ എന്ന് പറഞ്ഞ ആ ബ്ലോഗറെ കൂടെയാണ്. അവിടെ കോഴിക്കോട് എത്രയാണ് 15,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ ഇവിടെ രാവിലെ കോഴിക്കോട് പോകുന്നത്. അപ്പം അങ്ങനെ ഇവൻ വരുന്നത്. അങ്ങനെയാണ് ഇവന് ഒന്നുകൂടെ അതൊക്കെ ഇവൻ ഈ കുക്കിംഗ് ചാനലിൻ്റെ ഇത് വെച്ചിട്ടാണ് അവിടെ പോയിട്ട് ഇവൻ്റെ ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ അതിന് പ്രൊഫൈല് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് അവർ പിന്നെ ഇങ്ങനെ അവൻ്റെ കൂടെ പോകുന്നു. അതിന് ശേഷം ഇവൻ കോഴിക്കോട് ട്യൂവിൻ്റെ കൂടെ അവൻ്റെ കൂടെയായി. അങ്ങനെ പിന്നെ കോഴിക്കോട് ട്യൂ എന്തിനും എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഇവനൊരു ചെറിയ കള്ളം പറഞ്ഞു, ഞാൻ അവിടെ എത്തിന്നല്ല ഇറങ്ങിന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും കൂടെ വിളിച്ചിട്ടുള്ളൂ. അവനെപ്പോഴും വിളിക്കും കേട്ടോ, സംശയങ്ങളൊക്കെ കാര്യങ്ങൾ. അന്ന് ഇവന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പിന്നെ വിളിക്കാതായ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഒരാഴ്ചന്റെ അടുത്ത് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായി. ആ ഗ്യാപ്പിലാണ് യൂട്യൂബിൽ കുറേം കൂടെ വീഡിയോ ഇടാണ് സംഭവം. യൂട്യൂബിൽ കുറച്ചും കൂടെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കാണാൻ തുടങ്ങി. കേറിയത് അത് തന്നെ. അതിൽ കുറച്ചും കൂടെ അങ്ങനെ പിന്നെ നമ്മളെ ഈ ചാനലിൽ കുറച്ചും കൂടെ അങ്ങനെ ഐഡിയൽ നന്ദുട്ടനിൽ കുറച്ചും കൂടെ കാണാൻ തുടങ്ങി. പിന്നെ പാറു വരാൻ തുടങ്ങി. എൻ്റെ അച്ഛനെ അമ്മ പിന്നെ ഇവന്റെ അച്ഛമ്മ അങ്ങനെ പ്രായമായവരെ സംബന്ധിച്ച് അവർക്ക് ഈ പേരക്കുട്ടി എന്നുള്ള ഇവൻ കൂടുതൽ സമയം അവർക്ക് കിട്ടുക ഇവനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവൻ പറയുന്നതൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. ഇവൻ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് കാര്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ചെയ്യും. പിന്നെ ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല എന്താണ്. ഇവന്റെ അച്ഛമ്മയ്ക്ക് ചിലപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ പറയാം, എൻ്റെ അമ്മയല്ലേ. അപ്പം അവർ കുറച്ച് 84-85 വയസ്സായി. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ പിന്നെ അച്ഛമ്മ കൂടുന്നത്. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെങ്ങനെ വിളിക്കും, എടാ ഇന്നലെ രാത്രിയും വിളിച്ച്, മോനെ നാളെ രാവിലെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വാ, നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ചിലപ്പോ വിളിച്ചു പറയും, ഇതിന്റെ ഒരു കഥ ഉണ്ട്, ഈ ഒന്ന് കേട്ടു നോക്കുന്നൊക്കെ പറയും. ഇത് എല്ലാവരുടെ കഥകൾ ചെയ്യുന്നുണ്ടോ? ആരാണ് ഈ ഇതിന്റെയൊക്കെ ഒരു ഇത് കൊണ്ടുവരുന്നത്? സ്ക്രിപ്റ്റ് ഡെയിലി ഉള്ള ജീവിതത്തിൽ ഇങ്ങനെ ചീന്തി എടുക്കുന്നതാണോ അതോ? പലതും അങ്ങനെ തന്നെയാണ്.
ചിലതൊക്കെ നമ്മൾ അങ്ങനെ ഓരോരോ പിന്നെ ചിലത് നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല, ചില ന്യൂസുകളിൽ കേൾക്കുന്നുണ്ട്. ചില CCTV വിഷ്വൽസ് ഉണ്ടാവില്ല, ഓരോ ആൾക്കാർ അടിക്കുന്നത്, മോഷണം നടന്നില്ലേ, പെട്രോൾ പമ്പിൽ നിന്ന് മോഷണം, അതൊക്കെ നമ്മൾ പെട്രോൾ പമ്പ് പോയി സംസാരിച്ച് അതെടുത്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങള്. പിന്നെ പ്രായമായവരെ അത് മിക്കവാറും ചിലരൊന്നും നോക്കാതെ ഒഴിവാക്കുന്ന ആ ഒരു ഇത് വന്ന സമയത്താണ് എല്ലാവർക്കും ഇങ്ങനെ വല്ലാതെ കണ്ടിട്ട് മോശം കമന്റ്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവനൊന്നും പറയും, അമ്മ ഇത് ചെയ്യുന്നവരായതുകൊണ്ടായിരിക്കും അവർക്ക് അത് അത്രയും ഹേർട്ട് ആവുന്നത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വന്നത് ആ വീഡിയോ അടിക്കുന്ന വീഡിയോ. അത് അടിക്കുന്നത് ഇവൻ വടി പോലെ അവരെ മേല് വെക്കുന്നില്ല എന്നുള്ളത് ആരും മനസ്സിലാക്കില്ലല്ലോ. എല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ള കുറെ ആൾക്കാർ ഇവന്റെ ഏത് വീഡിയോയ്ക്ക് ഒരു അഭിപ്രായം പറയൂല, ഒന്നും മിണ്ടൂല അവര്. കാരണം ഇവൻ ശരിക്ക് അവരെ ചെയ്യുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര ഫാമിലിന്ന് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള. അപ്പൊ എൻ്റെ ചേച്ചിമാർ അവര് പറയും, അവൻ കണ്ടന്റ് അല്ലേ ചെയ്യുന്നത്, എന്താ ഒരു കുഴപ്പമില്ല, അവൻ ചെയ്യുന്നതിന് എന്താ, അവനോട് ചെയ്തോളാൻ പറയും. പിന്നെ ഒരു വീഡിയോ എൻ്റെ അച്ഛൻ ഇവനെ തിരിച്ചടിക്കുന്നതായിട്ടൊരു വീഡിയോ ചെയ്ത്, അപ്പോഴാണ് ഭയങ്കര നന്നായി, ഉഷാറായി, അങ്ങനെ ചെയ്തത് നന്നായി. അത് പറഞ്ഞിട്ട് ഇവനെ അടിച്ചവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്. ഞാനിപ്പോഴും ആ വീഡിയോ ഇടയ്ക്കൊന്ന് എടുത്തു വെച്ച് ഇങ്ങനെ കാണും, അച്ഛൻ ഇവനെ തിരിച്ചടിക്കുന്നതായിട്ടുള്ള. അതൊക്കെ ഇവിടുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഇവന് എടുത്തു വെച്ച് ഞാനും കുറച്ചൊക്കെ ക്യാമറ പിടിക്കാൻ അറിയാത്ത ഞാനും കുറച്ചൊക്കെ ഇവന്റെ കൂടെ ചിലപ്പോ കൂടി കൊടുക്കും. എല്ലാരും എല്ലാം പഠിച്ചാണല്ലേ ഇപ്പൊ കുറച്ച് എനിക്കറിയില്ല ഇപ്പൊ. പിന്നെ അധികം അത് അനന്തു, പിന്നെ ഇപ്പോൾ ദിവസം ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ട് അനന്തും ഉണ്ടാവും എന്നും വീഡിയോ എടുക്കാൻ. പിന്നെ കണ്ണൻ ഉണ്ടാകും, പിന്നെ പാറു എടുക്കും, എല്ലാരും കൈ കൊടുക്കും, റെക്കോർഡ് ഓൺ ആക്കിയാൽ മതി, ക്യാമറ എടുത്തിട്ട് ഫുള്ള് ഗിംബലിട്ട് സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക, അപ്പൊ അവരെടുക്കും. എല്ലാരും ഉണ്ടാകും. പിന്നെ ഇവിടെ ഹസ്ബൻഡ് ഏട്ടൻ കൂടും ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ. ഇവരുടെ ഒരു വീഡിയോയുടെ ഒരു ഇതിലേക്ക് വന്ന എങ്ങനെയായിരുന്നു ഒരു ഐഡിയ കിട്ടിയത്, ബേബി എന്നുള്ള ഒരു വീഡിയോ? അത് ശരിക്ക് ഒരു ദിവസം അപ്പു കുറേ ആയിട്ട് വീഡിയോയിൽ ഇല്ലായിരുന്നു. അപ്പൊ അപ്പു വന്നപ്പം അതിന്റെ കുറേ മുന്നേ ഞങ്ങളൊരു ഇത് ചെയ്തതില് അപ്പു ഇവിടെ ഉണ്ണിമോളെ, അതായത് ഇപ്പോഴുള്ള വീഡിയോയിൽ പാറുവിന്റെ ഫ്രണ്ടായിട്ട് വന്ന ഉണ്ണി, അവളെ പ്രപ്പോസ് ചെയ്ത് നടക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ UKG അങ്ങനെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ. അപ്പം അതില് ആ ഒരു തീം അപ്പുവിന്റെ അച്ഛനാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പു ഇങ്ങനെ പുറകെ നടക്കട്ടെ, ഉണ്ണീൻ്റെ പിന്നാലെ നടക്കട്ടെ പറഞ്ഞിട്ട്. അപ്പം ഈ അപ്പു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ ഇതൊന്നും എടുക്കണടാ, ഒന്ന് പോയി എടുക്ക്, പാറുവിനെ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടൊരു വീഡിയോ എടുക്കുന്നുള്ളത് അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഇവര് പോയിട്ട് അത് എടുത്ത് വന്ന് എഡിറ്റ് ചെയ്ത ശേഷമാണ് പിന്നെ കാണുന്നത് ഇത്ര ഇതായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇവനെ അത് എടുത്ത് വന്ന് പിന്നെ അതെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു നമുക്കിനി ഇതൊന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പൊ പാറുവിന് മടിയായിരുന്നു, അയ്യോ വേണ്ട വല്യമ്മ ഇത് വേണ്ട അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ പാറു. പക്ഷെ ആ വീഡിയോ ഭയങ്കര വർക്കായില്ല, ഭയങ്കര റീച്ച് ആയില്ല. അതിലിപ്പോഴും കണ്ണനൊന്നും അതിൽ ചെയ്യാനേ ഒരു താല്പര്യമില്ല. അവൻ പറയും എല്ലാരും ബേബി എന്നൊക്കെ വിളിച്ച് കളിയാക്കും പറഞ്ഞിട്ട്. കണ്ണൻ അപ്പു പിന്നെ കുറച്ചും കൂടെ ചെറുതല്ലേ, അവൻ പിന്നെ അതിനെ പറ്റി അത്രയും ചിന്തിക്കാനേ ഉള്ളു. അപ്പുവിന് പിന്നെ അത്ര അറിയാനായില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. അപ്പുവിന് ഫാൻസ് ഉണ്ടോ സ്കൂളിൽ ഇഷ്ടം പോലെ? സ്കൂളിലൊക്കെ എല്ലാരും ടീച്ചേഴ്സൊക്കെ എന്താ പറയാ വീഡിയോ ഒക്കെ കണ്ടിട്ട്? വീഡിയോ കണ്ടിട്ട് നല്ല വീഡിയോസ് ഒക്കെ പറയും. ഇഷ്ടമാണോ വീഡിയോ ചെയ്യാൻ? നന്ദപ്പാമ്പ് വിളിക്കുമ്പോഴത്തേക്ക് ഓടി വരും. ഡയലോഗ് ഒക്കെ പെട്ടെന്ന് പഠിക്കുവോ? വേഗം ഡയലോഗൊക്കെ വേഗം പറയും. ഇനി പാറു ആയാലും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് വേണ്ട ഇവരെ ഒന്ന് കിട്ടാൻ. 4:30-5 മണിയൊക്കെ ആവും മിക്കവാറും. ഞങ്ങളെ വീഡിയോ ഇരുട്ടത്തായി പോകുന്ന ചിലപ്പോഴൊക്കെ അതുകൊണ്ടാണ്. ബേബി വീഡിയോന്റെ കുറെ ഡയലോഗ്സ് ഇവര് രണ്ടാളും കൂടെ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. മറ്റേ ഇവന്റെ കാര്യം അങ്ങനെയല്ല, ഇവന്റേതായ ഓരോ സാധനങ്ങൾ ഉണ്ടാവും, അത് അതിലിട്ട് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം ആ വീഡിയോക്ക് ഉണ്ടാവാറുണ്ട്. ഒരു 10 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ 4 ലക്ഷം ഭയങ്കര വ്യൂസല്ല, 4 ലക്ഷത്തിലേക്ക് എത്തി. ഇപ്പം കുറെ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ മടക്കി കുത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെന്നെ ഓണായിട്ട് ഇടുന്നതാണ് അതിന്റെ ഒരു രസം. കയ്യിന്നിടും ഇടയ്ക്ക്, ഇടയ്ക്കല്ല നല്ലോണം ഇടുന്നത്. ഈ വീഡിയോ ഒക്കെ ഭയങ്കര റീച്ച് ആകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമല്ലോ. അപ്പം 1 മില്യൺ ഒക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് 1 മില്യൺ ഒക്കെ ആയ സമയത്തുള്ള സന്തോഷം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് തുടങ്ങിയതായിരിക്കുമല്ലോ ചെറിയ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയത്. എന്തായിരുന്നു ആ ഒരു 1 മില്യൺ അടിച്ചപ്പോൾ ഉള്ള ഒരു സന്തോഷം? ഞാൻ പറഞ്ഞില്ല, നമ്മള് 1 മില്യൺ വ്യൂസ് വന്നത് നമ്മളെ കുക്കിംഗ് ചാനലില്. അത് ഞാൻ മുക്കത്തുകാരി എന്നാണ്. അത് അന്നം എന്ന് പേരിട്ട് ഞങ്ങൾ അന്ന് രാത്രി തുടങ്ങി വന്നില്ല. അന്ന് ഞങ്ങൾ അതിന് അന്നം എന്നാണ് പേരിട്ടിട്ട് ഇങ്ങനെ എടുത്ത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഞാനന്ന് രാത്രി ഇങ്ങനെ ആലോചിച്ചു, ഞാൻ മോനെ വേണ്ട, നമ്മളെ നാടിന്റെ പേര് കൊടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ മുക്കത്തുകാരി, നമ്മൾ ആ പേരിൽ അങ്ങ് തുടങ്ങാൻ പറഞ്ഞു. ശരിക്കും അമ്മേന്റെ അക്കൗണ്ടാണെന്ന് ആൾക്കാർക്ക് അറിയില്ല, ശരിക്കും ഇപ്പോഴും അറിയില്ല. കാരണം അമ്മേന്റെ ഫേസ് ഒന്നും കാണിച്ചില്ല. എൻ്റെ ഫുഡ് ചാനൽ മാത്രമായിട്ട് റൺ ആവുന്നത്.
പഠിച്ചാണ്? ഫുഡ് ഞാൻ അങ്ങനെ നമ്മള് വീട്ടില് സാധാരണ അമ്മമാരുണ്ടാക്കുന്ന ഫുഡില്ലേ അത് മാത്രം, അതിങ്ങനെ ഉണ്ടാക്കി അത്ര മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ അതില് വേറെ ഓരോരോ ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാം അതൊന്നും എനിക്കറിയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആദ്യം എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നെ, പിന്നെ അപ്പം അതിൽ കൂടുതൽ ഉണ്ടാക്കുന്ന ബിരിയാണിയോ നെയ്ച്ചോറോ അതൊക്കെ പിന്നെ അന്നൊന്നും ഇല്ലല്ലോ, അതൊക്കെ പിന്നെ വന്നാലേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷെ അന്നൊക്കെ സുഖം ഇടയ്ക്ക് വിളിക്കും വേണം. അതെ, ഫുഡ് കഴിക്കാനും ഇങ്ങനെ വീണ്ടും തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കാൻ. ഇപ്പൊ അതിന് ഇനി പുതിയ പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറയാം. അപ്പൂന് കിട്ടിയായിരുന്നു ഫുഡൊക്കെ വല്യമ്മയുടെ? ഓ ചിലപ്പോഴൊക്കെ കഴിക്കലുണ്ട്. അതില് നമ്മള് ഒരു സവോള ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതില്ലേ, അത് നമ്മൾ അന്ന് ഒരു ദിവസം അതിലാണ് നമുക്ക് ആദ്യം തന്നെ എനിക്ക് അതിലാണ് മോനെ ഫസ്റ്റ് പെട്ടെന്ന് മില്യൺ ആയത്. അത് തന്നെ നമുക്ക് മണിക്കൂർ കൊണ്ട് മില്യൺ ആയ ഒരു ഇതായിരുന്നു അത്. അപ്പം അതൊക്കെ അങ്ങനെ എത്ര വേഗം മില്യൺ ആവും എന്നുള്ളത് നമുക്ക് അപ്പൊ ആ ചാനലിനെ മനസ്സിലായി ഇങ്ങനെ വന്നതാ. അതേപോലെ വേറൊരു വീഡിയോ എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ടൊക്കെ 4-5 മില്യൺ ആയിട്ടുണ്ടായിരുന്നു. വ്യൂസ് ഒക്കെ കയറുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു മടിയായോണ്ടാണ് കണ്ടിന്യൂ ചെയ്യാത്തത്. ഈ ചെറിയ ഇതൊക്കെ വരുമ്പോ അത് ഇങ്ങനെ വലുതാക്കി ആക്കുന്നത് നന്ദുപാപ്പന? ഇങ്ങനെ വീഡിയോ ആണ് അല്ല, കൊച്ചൊരു ഇതായിരിക്കുമല്ലോ, ഒരു ചെറിയ ഐഡിയ ആയിരിക്കുമല്ലോ അത്. അല്ല, ഞാനൊരാളാണോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ഓരോന്ന് സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അത് വലുതാവാറുണ്ട്. ബട്ട് ഒരു കണ്ടന്റ് ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് വലിച്ചു നിർത്തും. അത് പറ്റും, അത് പെട്ടെന്ന് പറ്റും. ഒരു ഐഡിയ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ. ആരെ അഭിനയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? അതെല്ലാവരും ഒന്നിനൊത്ത് മത്സരമാണ് അഭിനയിക്കാൻ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, അമ്മച്ചൻ, അമ്മമ്മ, അച്ഛമ്മ ഇവർക്കൊരു ചെറിയൊരു മറവി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നുണ്ട്. അന്നപ്പം അവരെ അഭിനയിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അവർ മറന്നു പോകും ഡയലോഗ്. പഠിക്കുവോ പെട്ടെന്ന്? കാര്യങ്ങൾ പറയുന്നവർ മനസ്സിലാക്കൂ. പിന്നെ ഞാൻ എടുത്തോണ്ട് വെക്കുമ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഈ പറഞ്ഞതെന്ന് ചോദിക്കൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക. കാരണം മറന്നു പോകുന്നതിൻ്റെ ഒരു മറവിയാണല്ലോ. കറക്റ്റ് അത് തന്നെയല്ല, അതെ അതെ. അമ്മച്ചനായാലും അച്ഛമ്മയായാലും അവരെ കയ്യിൽ നിന്നിടും. പിന്നെ അമ്മമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും ചിരിയാണ്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അമ്മമ്മ ഇങ്ങനെ കുലുവും, ഇങ്ങനെ ചിരിച്ച് പിന്നെ അവസാനമാണ് അമ്മമ്മ അതിലേക്ക് എത്തുക. അതിന് കുഴപ്പമില്ല. ഈ ചെറിയ ഷോർട്ട് വീഡിയോസും ഷോർട്ട് ഫിലിംസ് അല്ലാതെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവോ? അതിപ്പോ പറയാൻ പറ്റില്ല, പൈസ ഇല്ല. ആഗ്രഹമുണ്ടോ? സിനിമ ചെയ്യാനാണോ ആഗ്രഹം? അവിടെയൊക്കെ എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. സ്വപ്നം അതാണ്. അങ്ങനെ അങ്ങനെ ഇപ്പം എന്തായാലും സിനിമയിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം എല്ലാവർക്കും. ഞങ്ങൾ ടീമിലുള്ള ആൾക്കാർക്കായാലും എനിക്കായാലും. അപ്പോൾ അതിലുള്ള സാധനങ്ങൾ മേക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളിയാവുമെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം അതുപോലെ ആവണമെങ്കിൽ ഒരു വലിയ ടീം വേണമെന്ന് ഒബ്വിയസ്ലി അറിയാം. ഇവിടെ തന്നെ ഉണ്ടല്ലോ വലിയ ടീം. പക്ഷേ ബാക്ക് എൻഡിൽ നിൽക്കുന്ന ടീമാണ് കൂടുതൽ വേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കാൻ ഇപ്പോൾ ഇവരെല്ലാവരും ഉണ്ടെങ്കിലും ബാക്കിൽ നിന്ന് അത് എഡിറ്റ് ചെയ്യാനും കളർ എന്ത് സാധനമാണെങ്കിലും തമ്മിൽ ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഒക്കെ കുറേയൊക്കെ എൻ്റെ സൈഡിൽ നിന്നാണ് ഫുള്ള് കോൺട്രിബ്യൂഷൻ ഇത്ര കാലം പോയി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഹെൽപ്പാണ്. ബട്ട് എല്ലാ സാധനവും ബാക്കിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല ശരിക്കും. മേക്കിംഗ് കണ്ടന്റ് ഭയങ്കര കുറവാണ്. കണ്ടന്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. എന്തോ ഒരു ചെറിയൊരു സാധനമൊക്കെ ഉണ്ടാവുക, അത് ഫിറ്റില്ല. ചെയ്യുക. ബേബി ഇപ്പം എടുക്കുന്ന ഓരോ ബേബി വീഡിയോയും അവിടെ പോകും, ക്യാമറ അങ്ങ് പിടിക്കും, നടന്നു പറയും, എന്തോ ഒരു സാധനം എടുക്കും, ഇങ്ങോട്ട് പോരും. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വരിക. അപ്പം അതിൻ്റെ ഷോർട്സും കാര്യങ്ങളും ഓരോന്ന് വെച്ച് അങ്ങനെയാണ്. ഇവരെ കയ്യിൽ നിന്ന് ഒരു ഡയലോഗും ഇവർ ഇടൂല. പറഞ്ഞു കൊടുത്ത് ഒരു ഫസ്റ്റ് ഒരു പാറുവായാലും അപ്പനോടൊക്കെ ചില ഡയലോഗ് ബേബിന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ആള് ബേബിന്ന് വിളിച്ചിങ്ങനെ പോരും. തലയാട്ടാൻ മറന്നു ഇങ്ങനെ അങ്ങനെയാണ്. അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കാര്യങ്ങൾ മറന്നു പോകും. അതേപോലെ സ്വീറ്റിന്ന് വിളിച്ചിട്ടും ഇങ്ങനെ തലയാട്ടണം പറയും. പറയുന്ന സാധനം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതാണ് പ്രത്യേകത. അതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. ഇവരെ കയ്യിൽ നിന്ന് ഓണായിട്ട് കുറച്ച് സാധനങ്ങൾ ഇടാൻ ഇവർക്കും ആ പ്രായം ആവുന്നുള്ളൂ. അന്നപ്പോൾ ഇവരടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും. അതേപോലെ അപ്പൂപ്പക്കാരെ എനിക്കിപ്പം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നൊക്കെ അപ്പോഴോട് പറഞ്ഞാൽ അതേപോലെ പറയണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പറയൂ. അങ്ങനെ പറയുമ്പോൾ ഒക്കെ ചെയ്യാൻ ഉഷാറാ. ബട്ട് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്കില്ല. അങ്ങനെയൊക്കെ ചെയ്ത് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എടുക്കും ഒരു ദിവസം എന്നുള്ളൊരു വിശ്വാസം. ഇവർക്ക് എങ്ങനെ അഭിനയിക്കാൻ അവസരങ്ങളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അതറിയില്ല. ഇവൾക്ക് എന്ത് ചോദിച്ചാലും ആരെങ്കിലും അവളെ ഇതിലേക്ക് ഇൻസ്റ്റയിലേക്ക് ചോദിച്ചാൽ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. പറയിച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ? നന്ദുവിനോട് ചോദിച്ചു. ഞങ്ങൾക്ക് കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വരാറുണ്ട്. അപ്പോൾ പേയ്മെന്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അതിലും നമ്മളെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നതല്ലേ ബെറ്റർ എന്ന് വിചാരിക്കും. വെറുതെ എന്തിനാ. ഇഷ്ടമാണോ അഭിനയിക്കാൻ? ആക്ട്രസ് ആവണമെന്ന്?
രണ്ടും കൂടെ ഉണ്ടാവും, സയന്റിസ്റ്റ് ആക്ടർ. നമ്മൾ ബേബി വീഡിയോയില് ഒരുപാട് സമയം എടുത്ത് ചെയ്തൊരു സാധനമാണ്. അപ്പൊ ഒരു സ്വപ്നം കണ്ടിട്ട് തോണിന്ന് വീഴുന്ന ഒരു അത് കണ്ടിട്ടുണ്ടോ അറിയില്ല. അപ്പൊ അതെടുക്കാനാണ് ഞങ്ങൾ അന്ന് ഒരുപാട് സമയം എടുത്തത്. അത് അപ്പൂനെ പുഴയെ കൊണ്ട് അപ്പൂന് നീന്താനൊക്കെ അറിയാട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അത് തോണിയിൽ അവിടെ പോയിട്ട് അതെടുക്കാൻ നന്ദുനായവർക്ക് ഒരുപാട് സമയം എടുത്തൊരു വീഡിയോ. അതാണ് കൂടുതല്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെയാ. ഇവനിങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും ചിലപ്പോൾ അവന്റെ പിന്നാലെ ഇങ്ങനെ പോകും ബേബി വീഡിയോ എടുക്കാൻ. ഇവൻ എന്തൊക്കെയോ പറയുന്നു, അതൊക്കെ ഇവരിങ്ങനെ പറയുന്നു. എടുത്തു വന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആണില്ലേ ഇതെന്ന് മനസ്സിലാവുന്നത്. ഇതിന്റെ മനസ്സിൽ എവിടെയോ എന്തോ ഒന്ന് കിടക്കുന്നുണ്ടാവും. അതുപോലെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ എഴുതാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം ഒരു ദിവസം 3 ഷോർട്സ് ഒരു വീഡിയോ കയറുന്നുണ്ട്. അപ്പോൾ അത്രയും കണ്ടന്റ് എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പോട്ടിലൊരു സാധനം മൈൻഡിലുണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനം എൻ്റെ എന്ത്, സ്റ്റാർട്ട് എന്ത്, മിഡ് എന്തെന്ന് ഒരു പ്ലാനിങ്ങിൽ അതിൽ അവസാനം അതിലേക്ക് കൺക്ലൂഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് നമ്മൾ പോവുക. അത്രേ ഉണ്ടാവുള്ളൂ. അത്ര ആ എടുത്ത് തീരുമ്പോൾ അവർ അന്നപ്പോൾ ഡയലോഗ്സ് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡാവുന്നത്. പക്ഷെ ഈ വീഡിയോ കാണുമ്പോ ഇങ്ങനൊന്നും അല്ല കേട്ടോ തോന്നി. വീഡിയോ അല്ലേ, ബാക്കിൽ നടക്കുന്നത് പറയാ ബിഹൈൻഡ് ദ സീൻസ് ഇടലുണ്ട്. ബട്ട് എല്ലാവരും അത് കാണാറുണ്ട്. കാണലുണ്ടോ? ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കലതാ, അമ്മ അത് കണ്ടോ? ഞാൻ മോനെ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ ബിഹൈൻഡ് ദ സീൻസ് 25 മിനിറ്റ് ഒക്കെ ഇടുന്നത്. ആരെ കാണുന്നത്? ഞങ്ങളൊരു തവണ കാണുക അല്ലാതെ ആരും കാണുന്നവര് ഇവർ രണ്ടുപേരുടെ ഭാഗം കാണാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് ബേബി സീരീസ്. പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഇവരെ നല്ലോണം തിരിച്ചറിയുന്നവരാണ്. അമ്മേനെ കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോ അവിടെ അഗസ്ത്യമൊഴി. അപ്പൊ ഞാൻ പാറുവിന്റെ വീടിന്റെ അവിടെ മുന്നില്ല. പാറുവിന്റെ വീട് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ്. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴല്ലേ അപ്പോഴത്തേക്കും പാറു അപ്പോഴത്തേക്കും എന്നെ പിന്നെ നമുക്ക് ടാറ്റ തരില്ല. ഇപ്പൊ പുറത്ത് പോകുമ്പോ ഇതാണ് ഒന്നാമത്തെ. നമ്മള് പുറത്തേക്ക് പോകുമ്പോഴേക്കും എല്ലാരും കുറെ ആൾക്കാർ അറിയും. അപ്പം എല്ലാരും കുറെ കുട്ടികളായിരിക്കും ആദ്യം തന്നെ. കുട്ടികൾ നമ്മളിങ്ങനെ എന്തോ കണ്ട പോലെ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ കുറച്ച് യൂട്യൂബില് ഇങ്ങനെ ചോദിച്ചു വരും. സത്യം പറഞ്ഞ സന്തോഷമാണ്. നമ്മളങ്ങനെ എല്ലാരും അറിയുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലോ. മില്യണൊക്കെ കഴിഞ്ഞു പോയതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടാവല്ലോ അല്ലെ. പിന്നെ എന്താ 2 മില്യണിലേക്കുള്ള യാത്രയായിരിക്കും. 2 മില്യൺ അല്ല, ഇവൻ പറയാ. ഇവനോട് ചോദിച്ചപ്പോ പറയും 10 മില്യൺ. നേരെ പാറു പറഞ്ഞ പോലെ അതാ പറയാ 1 മില്യൺ. അടുത്തത് ഇനി നമുക്കിനി ഡയമണ്ട് അതാണ് വേണ്ടത്. അല്ല ചെയ്യുന്നുണ്ട്, അത്രയും വീഡിയോസ് ഇടുന്നുണ്ട്. അന്നപ്പോ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ. എന്തായാലും ഇങ്ങനെ ചെയ്യല്ലേ, ഡെയിലി ചെയ്യുന്ന എല്ലാവരും എത്തും. അതിപ്പോ എല്ലാരും കുഴപ്പം എന്താ വെച്ചാൽ ചെയ്യാനുള്ള മടിയാണ്, അത് മാത്രമേ ഉള്ളൂ. എല്ലാരും ഇങ്ങനെ ഇറക്കാൻ ഭയങ്കര പാടുണ്ടോ? അതല്ല ഞാൻ ഇവരൊക്കെ എല്ലാരും വരും. കഴിഞ്ഞ ദിവസം എന്റെ മോള് ഇവനും കൂടിയാണ് അതില് ബേബി വീഡിയോന്റെ കുറച്ച് മുതിർന്ന വേഷം. അപ്പൊ അവള് വന്നപ്പോ അവള് പറഞ്ഞു അവക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവന് കണ്ണവാട് നമുക്ക് ചെയ്യടവാ, ഞാനൊന്നും നിന്നെ പ്രേമിച്ചതാണ്. അങ്ങനെ അവള് പറയും എന്റെ അടുത്ത് ബേബി വീഡിയോക്ക് പറയല്ലേ. ഇവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബേബി വീഡിയോ ചെയ്യുന്നതിന്. ഇപ്പൊ അതുകൊണ്ട് ആ ബേബി വീഡിയോ വരെ സെക്ഷനില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അവൻ വരില്ല. ഓൻ ക്ലാസ് പോയിരിക്കുമ്പോ മങ്ങൻ കളിയാക്കല ബസ്സൊന്നായാലും. ഭയങ്കരമായിട്ട് അതാണ് പ്രശ്നം. അപ്പൊ അവനത് ഹേർട്ട് ആവുന്നുണ്ട് അല്ലാണ്ട്. എല്ലാരും തിരിച്ചറിയുന്നു. അതല്ല, ഓൻ അതൊന്നല്ല. ഓന് ക്ലാസ് ഓനെ കളിയാക്കുന്ന വിഷയം അതാണ് സംഭവം അല്ലേ. എന്താ ക്ലാസ് സംഭവം? ഒത്തിരി ഫാൻസ് കാണും. ഗേൾസ് ഉണ്ട്, നല്ലോണം ഉണ്ട്. ഇവൻ ക്ലാസ്സില് എന്താ സംഭവം പറയും? ക്ലാസ്സിലൊന്നുമില്ല, ക്ലാസ് എടുക്കുമ്പോ ഒരു വേറെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ വിളിച്ചു പോകും. നമ്മളറിയുന്ന ഇവരെക്കാളും കൂടുതൽ അറിയപ്പെടുന്നുണ്ട്. ഇവനെ നല്ലോണം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് സംഭവം. ഇവൻ ആ ക്യാരക്ടർ ചെയ്ത ആൾക്കാര് കണ്ട ആൾക്കാർ നല്ലോണം തിരിച്ചറിയുന്നുണ്ട്. ഇവൻ ആ ചെയ്ത ബേബി എന്നുള്ള ഇവനെയാണ് സ്നേഹിക്കുന്നത്. ഇവൻ സിമ്പിൾ ആണ്. അതിപ്പം പഠനത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓളാണ് സ്നേഹിക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ് ഇവരെ കേസ് വരുന്നത്. അങ്ങനെയാണ് അത് എടുത്ത്. അത് അവളെ എക്സാം കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ അവളെ ഇതിലേക്ക് ബേബി വീഡിയോ എന്നുള്ളത് വേറൊരു ഇത് തന്നെയല്ലേ. എല്ലാരും ഒരുപാട് കുട്ടികളോ എല്ലാരും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിലേക്ക് ഇനി എങ്ങനെ ഈ പാറുവിനെ വേറൊരു ക്യാരക്ടർ ചെയ്യുന്നില്ല. അതുവരെ പാറുവിനെ അച്ഛമ്മ അടിക്കുന്നു. എല്ലാവരും ഒരു കരച്ചില് മാത്രമുള്ള ഒരു കുട്ടീനെ പെട്ടെന്ന് പ്രേമിക്കാൻ ഒരു അപ്പു വരുന്നു. അന്നപ്പോ മുട്ടത്തോട് എന്താ തലയില് മുട്ടത്തോടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നു. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടിങ് വേണ്ട വീഡിയോ. പിന്നെയാണ് അപ്പൂനെ ആൾക്കാർക്ക് അറിയില്ല. അതുവരെ പണ്ടുണ്ടതിന് അപ്പൂനെ അറിയില്ല. പിന്നെയാണ് അപ്പൂനെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്ത് അപ്പുവായിട്ട്.
അപ്പാണ് അപ്പു ആ കൊള്ളാം എന്നുള്ള രീതിയിൽ ആ അപ്പു അപ്പൂനൊക്കെ ഭയങ്കര ഫാൻസാ. അപ്പൂനും പാറും. ഞങ്ങളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുക അപ്പൂനും പാറുവിനെയാ. ആദ്യം തന്നെ ആൾക്കാർ അപ്പം പാറുവിടെ പോയി. പാറുവിടെ പോയി അവര് പണ്ട് പാറുവിനെ മാത്രമേ ചോദിക്കല്. കാരണം പാറു ഭയങ്കര ഇമോഷണലി ആൾക്കാരെ ഹൃദയത്തിലേക്ക് കയറി. അമ്മയുടെ കൂടെയുള്ള വീഡിയോ. അതെ അതെ, അച്ഛമ്മ തല്ലി 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 അവളൊരു പാകാക്കിയിട്ടുണ്ട് ആ ടൈമില്. അന്ന് എന്ത് അച്ഛമ്മ വരുന്ന് പാറിനെ തല്ലുന്നു, പിന്നെ വേറെ എന്തും കാണുന്നു അച്ഛമ്മ തല്ലുന്ന് പാറു വിഷമിക്കുന്നു, ഒന്ന് പറയുന്നത് പാറു കരയുന്നു. അപ്പൊ പാറിനെ ഞങ്ങൾ വീട് ഞാൻ ആദ്യം കണ്ട വീഡിയോ അതാ, പിന്നെയാണ് കീറി എല്ലാം കണ്ടത്. പാറുവിനെ തല്ലുമ്പോൾ പാറു കരയുന്നതാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് എടുത്തത്. അതിലാണ് പാറു ക്ലിക്കായത് അല്ലേ പാറു? അപ്പൊ പാറു മാറി. പാറു പ്രണയത്തിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയപ്പോൾ അത് പക്ഷെ ഇല്ല, വരുന്നില്ലല്ലോ അടുത്തോട്ടല്ലേ, പോവല്ലേ. പ്രണയം അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇഷ്ടമില്ലല്ലോ. നമുക്കെന്ത് പ്രണയം. അപ്പൂവിന്റെ അടുത്ത് ഞാൻ ചോദിക്കേ, അല്ല മോനെ ഈ എന്തിനാ അറിയൂല വല്യമ്മേ, നന്ദുപാപ്പ ഇങ്ങനെ പറയുന്നത്. ഡയലോഗ് ഒക്കെ മറന്നു പോവും, പിന്നെ ഒരുപാട് ടേക്കൊക്കെ വരാറുണ്ടോ? ഇംഗ്ലീഷിലുള്ള വേർഡ്സ് ഒക്കെ പറയുമ്പോൾ മറന്നു പോകും. ആ വേർഡ് വലിയ വേർഡ്സ് പൊട്ടാത്ത പറയുമ്പോൾ പിന്നെ കുറേ സമയം വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അപ്പൊക്കെ ചെറിയ കുട്ടിയല്ലേ, ക്ഷീണിക്കും. ചിലപ്പോൾ സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരമായി, പിന്നെ ചിലപ്പോൾ സന്ധ്യ ആവും. അപ്പോഴേക്കൊക്കെ പിന്നെ അപ്പൂനൊക്കെ ക്ഷീണാവും, പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് കുഴങ്ങി അവനൊക്കെ, ചെറുതല്ലേ. അപ്പം പാറും ചിലപ്പോൾ ചില സമയത്ത് 10 മണിയൊക്കെ കഴിയുമ്പോഴന്ന് പോകും. അപ്പം പിന്നെ അവിടുന്ന് ഇങ്ങനെ വിളിക്കും, പഠിക്കാനുണ്ട്. പഠിക്കാൻ ഉഷാറായതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പം നല്ല മിടുക്കനാണ് പാറു, അതെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ പോവോ? ആരുടെ കൂടെ? ആരെ ഇഷ്ടം? ലാലേട്ടനാണോ മമ്മൂക്കനാണോ? മമ്മൂട്ടി ഫാനാ ഞാൻ. ഇവനില്ലേ, ഇവൻ്റെ അടുത്ത് ഈ ചോദിച്ച ചോദ്യം ഫുട്ബോളിനെ പറ്റിയാണെങ്കിൽ എല്ലാവരെയും പറ്റി അവൻ പറഞ്ഞു തരും. ഭയങ്കര എല്ലാവരെയും ചോദിച്ചു നോക്ക്, ഇപ്പൊ എല്ലാ കളിയും എല്ലാം പറഞ്ഞു. ഭയങ്കര ഫുട്ബോൾ ഫാനാ. അവന്റെ അച്ഛനും അതെ, അവനും അതെ. ഏത് ടീമിനെയാ ഫുട്ബോൾ ഏറ്റവും ഇഷ്ടം? ബ്രസീൽ. അതിലാരെയാ കൂടുതൽ ഇഷ്ടം? ബ്രസീല് അല്ല, കളിക്കാരൻ. കളിക്കാരൻ റൊണാൾഡോ. റൊണാൾഡോ ഫാനാ? അപ്പൊ ഇത്രയും നേരം എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. നമുക്ക് ഗെയിം കളിക്കാം. നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് പോവാമേ. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നമുക്ക് ഒരു ദംശരാട്സ് കളിക്കാം. സെറ്റാ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ റെഡിയാ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് സിനിമാ പേരും ഉണ്ട്, കുറച്ച് ആക്ടേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, പറഞ്ഞെടുത്തു. തുറന്നു. കാണിക്കരുത്. ഒരു സിനിമാ പേരാ, പറഞ്ഞു കേട്ടോ ചെവിയില്. മനസ്സിലായി. ഓക്കെ, കണ്ടഞ്ചൻ പറയരുത്, നമുക്ക് ബാക്കി ഇവരെ കൊണ്ട് പറയിക്കാം. മനസ്സിലായോ സിനിമ ഏതാന്ന്? ഇത് അഭിനയിച്ച് കാണിക്കോ? ഇത് ഭയങ്കര ഈസിയാ, അപ്പൂന് ഏറ്റവും ഈസി ആയിട്ടുള്ള സിനിമയാണ് കിട്ടിയതേ. പുതിയ സിനിമയാ അല്ലെങ്കിൽ പഴയ സിനിമ? ഇടയിലുള്ള സിനിമ. ഇങ്ങനെ കാണിച്ചെന്താ? അതാണ് ഉത്തരം. എല്ലായിടത്തും ഉണ്ടോ? ദൈവാണോ? വീടോ? ഹോം. ഹോം. അടിപൊളി. നമുക്ക് കണ്ടന്റ് നോക്കാം. നോക്കിയോ? എന്താ സിനിമ പേരാ? മമ്മൂട്ടി. പഴയ അധികം വേണ്ട, കുറച്ച് മതി. ഇജ്ജ് കാണിച്ച ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ, മനസ്സിലാവില്ല കാണിച്ച. ആലോചിക്കാം, സിമ്പിളായ വഴി. 2 വേർഡുണ്ടോ? ഒറ്റ വേർഡാ? സിനിമ പേര് 2 വേർഡുണ്ടോ? ഒറ്റ വേർഡേ ഉള്ളൂ. രാജമാണിക്കോ?
രാമലീല. ഇപ്പൊ മൊത്തം രാമലീലയില് മമ്മൂട്ടി ഉണ്ട്. ആ പഴശ്ശിരാജയ്ക്ക് മുമ്പേ പഴശ്ശിരാജ എത്തണ്ട അതിന് മുമ്പ് അതിന് ശേഷം അല്ലേ? ആ പഴശ്ശിരാജ പോലെ. ആ പഴശ്ശിരാജ പോലെ അതേ ലെവലിൽ വരുന്ന ഒരു വടക്കൻ വീരകഥ. അതൊറ്റ വീടാ പറയുന്നത് പഴയതല്ലേ? ഇല്ലടാ പഴയത്. നീച്ചെന്താ കാണിക്കുന്നത്? എണീറ്റ് നല്ല സാധനം വരുള്ളൂ. ഈ ഇരുന്നിട്ടൊന്ന് കാണിക്കുക. എണീറ്റ് എന്നോ ഞാൻ ചിന്തിച്ചോ? ആ അത് മനസ്സിലാവില്ല. നീച്ച് നിൽക്കുന്നു. ഞാൻ നീച്ചുന്നു. എന്താണ് ആ വടി വാള്. ഒരു മുത്തശ്ശി കഥയാ. മുത്തശ്ശി കഥ ഒരു വേട. ഇല്ല ഇല്ല. ഈ അച്ഛമ്മേന്റെ ആരാണ് പേരൊക്കെ? അക്കരന്ന് മുത്ത ആ ഡാഗിനി മുത്തശ്ശി. ഈ ആരെനി? മായാവി. ആ അങ്ങനെ ചോട്ടാവുമ്പോ എണീറ്റ് നേരം കിട്ടില്ല. മറ്റേതേ കിതാബിന്റെ കുന്തോ. തിരക്കായി മനസ്സിലായി. ഞാൻ എടുക്കണ്ടല്ലോ, പ്രായമായിട്ട് വേണ്ട. കണ്ടു അമ്മ കണ്ടു. എന്ത് മലയാളം വായിക്കാറില്ല. ഇംഗ്ലീഷ് അറിയുള്ളൂ. ഇനിയിപ്പൊ ഞാനും കണ്ട്. ഇതിപ്പോ മനസ്സിലായോ? നമുക്ക് മലയാളം അങ്ങനെ വായിക്കാറില്ല. ആരെ കാണിക്കല്ലോ? ഒന്നുകൂടെ എടുക്കാമേ. കണ്ണം കാണണ്ട കേട്ടോ. അന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടല്ല. എന്താ സിനിമ പേരാ? ആക്ടർ. പാട്ട് ആക്ടറോ? വല്യമ്മയോ? വെള്ളം കോരി പണിയെടുക്ക. മോഹം കേൾക്ക. സിനിമ പേരാ? പാട്ടാ? സിനിമ പേരാ? ഇത് സിനിമ പേരല്ലേ ഉണ്ടാവുള്ളൂ. ആക്ടർ ഉണ്ട്. നടൻ നടിയോ? ഒളിഞ്ഞു നോക്കി പ്രാർത്ഥിക്കുക. കുട്ടീനെ എടുക്കുക. ആ മാമോദിസ. വെള്ളത്തിൽ നോക്കി എടുക്കുന്നത്. എന്താ പറഞ്ഞപ്പോ? കായാണോ ഫസ്റ്റ്? രണ്ട് വേർഡുണ്ടോ? കണ്ണാടിയാ? നടന നടീനെ അറിയാം. വെള്ളം കോരി കിണറിന്ന് വെള്ളം മുക്കുക. കുട്ടീനെ എടുക്കുക. പൊക്കിയെടുക്കുക. ഇതെന്തായി കാണിക്കുന്നത്? നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നാ അടുത്ത് ഇനിയും അതന്നെ കാണിക്കുന്നത്. പൊക്കി വലിച്ചു പൊക്കി. നിധി. കാലല്ലേ? പുതിയ സിനിമയാണോ പഴയ സിനിമ? പുതിയതാ. പുതിയ സിനിമ. നടന നടീനെ അറിയാം. ഇതെന്താ? ഏതോ ആണന്മാരാണ്. അറിയാത്തവരാ. അറിയുന്നവരാണ്. പുതിയ നടന്മാരാ? ഇല്ല ഞങ്ങൾ ഒഴിവില്ല. ഈ എന്തീ വലിക്കുന്നത് പറഞ്ഞു. ഇത് പുതിയ പടാന്നല്ലേ പറഞ്ഞേ? പഠിത്തിറങ്ങിയ ഓടി ആണോ പറയ്. സൂപ്പർ സ്റ്റാറിനെ പോലെയാ? കായ എങ്ങനെയൊക്കെ വരുന്നത്? അതായിരിക്കുന്നത്. കായാണ് തുടക്കം നടാ പറഞ്ഞേ. പിന്നെ കുട്ടീന്ന് പറഞ്ഞതോ? കണ്ടോ? അതില് കണ്ടു. രണ്ടാമത്തെ വാക്കാ? സിനിമ പേരിൽ കാലില്ല. പിന്നെന്തിനാ കല്ല് പിന്നെ പറഞ്ഞ പോലെ വരുന്നുണ്ട്. ആ നോക്കണേ വെള്ളം ഇല്ല. കായ ഐഡിയ ഉള്ളത് ഇല്ല. ഡയലോഗിൽ ഡയലോഗില് കണ്ട്. ആ മഞ്ഞുമൽ ബോയ്സാ? ഡയലോഗ് അതിങ്ങനെയാ വലിക്കുന്നേ. ഇതിങ്ങനല്ല വലിക്കുന്നേ. ഇതെന്ത് വടംവലിയാ? അത് ലൂസ് അടിക്ക്. ഇതിനടുത്ത് കൊണ്ടോയില്ലേ? അതാ എടുത്തത്. അങ്ങനെയല്ലാതെ ഒരു വഴിയില്ല. ഞാൻ സ്കിപ്പാണ്. ഇനി അമ്മ. നിങ്ങൾ കളിച്ചോളൂ. പറോ. ഈശ്വര എനിക്കിതൊന്നും അറിയില്ല. അല്ല ഇപ്പൊ ഇതൊരു നടനെയാ കിട്ടിയത്. അപ്പം എന്താ ചെയ്യേണ്ടത്?
നടനെ കാണിക്കാൻ സിനിമയോ ഇല്ല, അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇത് അറിയാത്ത നടന്മാരാണെങ്കിൽ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അമ്മയ്ക്ക് അറിയാം നടനെ? ഓ അവളുടെ ഒരു സിനിമയെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എനിക്ക്. പൃഥ്വിരാജ്. ഓ ഇല്ല. മമ്മൂട്ടി. ഓ പുതിയ നടനാ? പഴയതാ? പഴയതാ? ദുബായിയോ സെറ്റായി. ആവറേജ്. ഫഹദ് ഫാസിൽ, ടോവിനോ തോമസ്. നീമ്പൊളി. കാശോ ലൈറ്റോ. സൂര്യൻ. ആ സൂര്യ. സൂര്യ. സിരാജ് ഇഞ്ഞാറും. സൂര്യൻ. ആ സിനിമയുടെ സൂര്യൻ. സൂര്യ. സൂര്യ. സൂര്യദേവ്. 2 വാക്കുണ്ട്. സൂര്യകുമാർ. സൂര്യ. ജയസൂര്യ. അടുത്ത നന്ദുപ്പാപ്പന്. നോക്കരുത്. മമ്മൂട്ടി അല്ല. ആണ്. ആക്ടറാ? സിനിമയാ? ആക്ടറാ പറഞ്ഞു കിട്ടിയില്ലേ? ഈ ആരാണോ? നടനെ പറയും. നടൻ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. മമ്മൂട്ടി. പൃഥ്വിരാജ്, ടോവിനോ തോമസ്. ടോവിനോ. ഇത് കടലക്കളിയാ. പുതിയ സിനിമയാണ്. ടോവിനോ തോമസാ? കഴിഞ്ഞ ടോവിനോ. ഇത് തീർക്കാണ്ട് പോയി എങ്ങനെയാ? ഒന്നാ ചേച്ചി അടിക്കും. ആയിക്കോട്ടെ, അത് നല്ല തീരുമാനം. നല്ലതാ. നന്നെടുത്തോളെ. ആയിക്കോട്ടെ, അന്നെടുത്തോ. ഞാൻ ഇവിടെ പരിപാടി അവതരിപ്പിച്ച എടുത്തോളെ. അപ്പൊ നോക്കണ്ടേ? കറക്കിയൊക്കെ എടുക്കുന്നു. നല്ല കിട്ടണേന്ന്. നിങ്ങൾ എഴുതിയിട്ട് അപ്പൊ അറിയാ. അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അറിയത്തില്ലല്ലോ. സിനിമയാണോ നടനാണോ? സിനിമയാണ്. സിനിമ. മുടി ചെയ്യണോ? ഓടുക, ഓട്ട മത്സരം, ട്രാക്ക്. 2 വേർഡുണ്ട്. ആരെ പോണോ? 2 വേർഡുണ്ട്. 2 വേർഡുണ്ട്. അതൊക്കെയാ. 2ാമത്തെ വേർഡാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓടുക. ഓടുന്ന റിലേറ്റഡ് ആയിട്ട് എന്തോ ആണ് അല്ലേ? ഓടണം. ഓടിയായാലും കുഴപ്പമില്ല, നടക്കാണ്. മെല്ലെ ഓടുക. മെല്ലെ ഓടിയാലും മതി. എങ്ങനെയാ ഓടണ്ടേന്ന് പറയണ്ടേ? നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നേ. മാറ്റിയെടുക്കാൻ പറ്റൂ? ഇല്ല, അതെന്നെ വേണം. പാറു കൊറേ കഷ്ടപ്പെട്ട് നേരത്തെ പറഞ്ഞിട്ട് പോയാ പോയാ മതിന്ന് പറഞ്ഞു. 2 വേർഡ്. ഇനി 2ാമത്തെ വേർഡ് പിന്നെയും പറയാ. ഓടുക, നടക്കുക. പയ്യെ ഓടുക. ഓടണ്ട. ഒഴുക. ഇതിങ്ങനെ കാണിച്ച് ഇങ്ങനെ 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 കാണിച്ച എന്താ ഇതേ? ചിന്തിക്കാതെയാണ് പേരൊക്കെ എഴുതിയിട്ടത്. കറക്റ്റ് പേരായിട്ടല്ലേ? ബുദ്ധിമുട്ടില്ലേ? ഓ എഴുതിയപ്പോ അത് എളുപ്പമാണ് ഞാൻ വിചാരിച്ച് എഴുതിയത്. ഓടുക. ആക്ടർ പറഞ്ഞ കിട്ടോ? നടനോ? ആ ദിലീപിനോടാണോ? ദിലീപ് ഒരു ഓടുന്ന ആളുണ്ട്. സ്പീഡ്. ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? ആലോചിക്കുക. പാവണ്ട എഴുതുമ്പോ വിചാരിച്ചത്. നോക്കി. നടനാരാ? ആരാ? നടി ആരാ? ഞാനൊന്നും അറിയില്ല. നമ്മ കിട്ടാൻ നന്നായി. പേര് വിരാട്ട്. ഓടിക്കോളേ. മൂന്നാമത്തെ വേർഡ്. ക്യാമറാമാൻ. ബാക്കിലുള്ള ചേച്ചി. സിസ്റ്റർ. ആരൊക്കെയാവുന്നു? അമ്മ, ചേച്ചി, ഭാര്യ, പെങ്ങൾ, സഹോദരി, ഏട്ടത്തിയമ്മ, ചേച്ചിയമ്മ, വല്യമ്മ. പേര് പ്രിയ. പ്രിയാമണി. പ്രിയലക്ഷ്മി. പ്രിയ ഘോഷ്. ഓടുന്ന പ്രിയ. പ്രിയൻ. എന്താ പ്രിയ പേരിലുണ്ട്? അല്ല, പ്രിയൻ. ഓ പ്രിയ. പ്രിയ അവിടെ ഉണ്ട്. അതിനകത്തുണ്ട് പ്രിയ.
എന്ത് പ്രിയന് പ്രിയോട് എന്താടാ കണ്ണ? ഇപ്പൊ പറഞ്ഞില്ലേ പ്രിയൻ. പ്രിയൻ പ്രിയൻ. അതാണ് സിനിമ. പ്രിയൻ ഓടുന്നു. പ്രിയൻ ഓട്ടത്തിലാണ്. ഇപ്പൊ മനസ്സിലായി, സിനിമ മനസ്സിലായി, ഇതിന്റെ പേര് പറയും. എനിക്ക് സിനിമ മനസ്സിലായി, പക്ഷെ പേരറിയില്ല. പ്രിയൻ ബാക്കിയെന്താ? എന്തേലും ഒരു പ്രിയനാണ്. പ്രിയൻ ഓട്ടത്തിലാണ് ഓട്ടത്തിലാണ് പ്രിയൻ ഓട്ടത്തിലാണ്. കേട്ടില്ല, ഒന്നും ചോദിക്കണ്ടേ. ആ അങ്ങനെ പടം പ്രിയൻ ഓട്ടത്തിൽ. പ്രിയൻ ഓട്ടത്തിലാണ്. പടം മനസ്സിലായി. ഇനി മതി. ഇത് നല്ല, അത് കിട്ടാനും നന്നായി. ഇത് തീർക്കണ്ടേ? തീർക്കാം ഒന്നുകൂടെ. വൈകുന്നേരം വരെ ഇരുന്ന് തീർത്തിട്ട് പോവാം. ഇനി 5 എണ്ണം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരോട്, നിങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചില ആൾക്കാർ യൂട്യൂബേഴ്സ് ആവണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവർക്ക് വീഡിയോ എടുക്കാനുള്ള മടിയുകൊണ്ടാണോ അവരാവാത്തത്. അല്ലാണ്ട് ഒരു ഫോണിൽ എടുത്തു തുടങ്ങിയാലും സാധനം ആവും. ഞങ്ങളൊക്കെ ഫോണിൽ എടുത്തു തുടങ്ങി, അതെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ വീഡിയോ കണ്ട് എനിക്കൊന്നും ക്യാമറ അല്ല അങ്ങനെ വിചാരിക്കുന്നവരോട് ഫോണിലെടുത്ത് തുടങ്ങിയാൽ മതി. ഒരു 10-400 വീഡിയോ ഇട്ടാൽ മതി, കുറച്ച് കഴിയുമ്പോൾ 1000 വീഡിയോ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്കും അടിക്കാൻ 1 മില്യൺ എന്നൊക്കെ പറയാനുണ്ട്. ഡെയിലി ഇട്ടാൽ മതി എന്നേ ഉള്ളൂ, അതൊക്കെ പറയാനുണ്ട് എല്ലാവരോടും. കാരണം ചില ആൾക്കാർ പറയും നിങ്ങളിങ്ങനെ എത്തി ആ ക്രിയേറ്റർ എങ്ങനെ ആവുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. കൺസിസ്റ്റൻസി കീ അല്ല, ഡെയിലി ഇടുന്നതും കീ അല്ല, പക്ഷേ പിന്നെയും ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതുള്ളൂ. അല്ലാതെ നമ്മൾ അറിയില്ല. പിന്നെ അതേപോലെ ബേബി വീഡിയോയിൽ ഇവരെ അഭിനയിക്കണം ഇനി മുതൽ എന്നാക്കി പറയാനുള്ളത് വേറൊരു കാര്യം. അതെ, അഭിനയിക്കണം. പ്രേക്ഷകർക്ക് അതാണ് ആഗ്രഹം. ഇവ ഇനി വിഷമിച്ചിട്ടൊക്കെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു. ഇവന്റെ സൈഡിൽ നിന്ന് വന്ന് ഫാൻസ് കൂടട്ടെന്ന് ഇവൻ ചെയ്യാത്തൊരു വിഷമമുണ്ട്. അതൊരു ഭയങ്കര ഇതാണ്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെയാണ്. ഇവനും കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ സാധനം ഒന്ന് കളറായേനേന്നൊരു ചിന്താഗതി ഉണ്ട്. കണ്ണൻ ചെയ്തതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ അവന്റെ കള്ളുകൂടിയാണ്. ഭയങ്കരമായിട്ട് അത് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ നമ്മളടുത്തുള്ളവർ പോലും ഇവിടെ വന്നിട്ട് ചിലരൊക്കെ പറഞ്ഞു അതെന്ത് നല്ല ഭംഗിയായിട്ട് അവൻ ചെയ്തത് എന്നുള്ളത്. അതേപോലെ എൻ്റെ ഏട്ടൻ രാച്ചുവേട്ടൻ ഭയങ്കര സപ്പോർട്ടായിന്. അന്ന് ആ ടൈമിലെ രാച്ചുവേട്ടയ്ക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ തന്ന് ഏട്ടൻ്റെ ക്യാമറ ഇനി അതിലൊക്കെ എടുത്തു തുടങ്ങിന്. പിന്നെ അതേപോലെ അച്ഛൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്. അച്ഛൻ ഫോണൊക്കെ വാങ്ങി തരുന്നതും പിന്നെ ഫാമിലി സപ്പോർട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരും പറയാൻ പറ്റില്ല, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ഒക്കെ ഇങ്ങനെ ഇപ്പം ഇന്നലെയും കൂടെ ഏട്ടനോട് വിളിച്ച് ഞാൻ ഗോപ്രോ ചോദിച്ചിട്ടുള്ളൂ. ഏട്ടാ വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, വെള്ളം കൊണ്ട് കുറേ ആൾക്കാർ മരണമൊക്കെ, അതിൻ്റെ ഒരു വിഷ്വൽ എടുക്കാൻ ഗോപ്രോ ഒന്ന് തരണം ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് ഇന്നലെയും കൂടെ പറഞ്ഞു വെച്ചുള്ളൂ. അപ്പോൾ രാച്ചേട്ടൻ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറയാതൊക്കെ വയ്യ, ഒക്കെ തന്നെയാണ് പറയാനുള്ളത്. കണ്ണെന്താ പറയണ്ട? അപ്പനെന്താ കാര്യമായിട്ട് എന്തേലും പറയണ്ട? എനിക്കൊന്നുമില്ലേ? എന്തേ പറയും? എനിക്കൊന്നുമില്ല. ആണോ? ആരോ സയന്റിസ്റ്റ് ആയാൽ മതിയോ? അപ്പൊ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ബേബി പോലെ നല്ല നല്ല സീരീസുകളൊക്കെ വരട്ടെ. 10 മില്യൺ അടിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.